ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് LDCക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഞാൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ശ്യാംജി കൃഷ്ണവർമ്മ. 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇല്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. അതിൽ ഹോം മിനിസ്റ്റർ ഉണ്ടാവും, ലോക്സഭ സ്പീക്കർ ഉണ്ടാവും, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ടാകും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ കമ്മിറ്റിയിലില്ലാത്ത അംഗമാരാണ് അറ്റോർണി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ. ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓരോ പ്രസ്താവനകളും നോക്കാം. ഫസ്റ്റ് പ്രസ്താവന രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം. രണ്ടാമത്തത് തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം. മൂന്നാമത്തത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക്. ഈ മൂന്നെണ്ണം ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. നാലാമത്തതോ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാശ്രയത്വം. ഇത് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതയല്ല. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതയല്ലാത്തത് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാശ്രയത്വം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? കായലുകൾ, അഴിമുഖങ്ങൾ, കണ്ടൽക്കാടുകൾ. ഇത് മൂന്നുമാണ് തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മസ്റ്റർ റോൾ പൂർത്തീകരിച്ച് എത്ര ദിവസത്തിനുള്ളിൽ കൂലി നൽകണം? 15 ദിവസം. 15 ദിവസത്തിനുള്ളിൽ കൂലി നൽകിയിരിക്കണം. വാസ്കോഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം. നെടിയിരുപ്പ് സ്വരൂപം. വാസ്കോഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം. പൊന്മന അണയും പുത്തനണയും പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. മാർത്താണ്ഡവർമ്മ. പൊന്മന അണയും പുത്തനണയും പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം 1948 നടന്ന നഗരം. ജയ്പൂർ. 1948, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം INCയുടെ മീറ്റിംഗ് നടന്ന സ്ഥലമാണ് ജയ്പൂർ. ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ചുവപ്പ്. പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളത്തിൻ്റെ വിസ്തൃതി. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി C. സുബ്രഹ്മണ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു C. സുബ്രഹ്മണ്യം. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? KC വയർ. ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? KC വയർ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20. 20ാം ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറി. ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? ഓരോ പ്രസ്താവനകളായി നോക്കാം. ഫസ്റ്റ് പ്രസ്താവന. ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ അധികാര സ്ഥാനങ്ങൾക്കെതിരെ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന റിട്ടാണ് ക്വോ വാറന്റോ. കീഴ്ക്കോടതിയുടെ ഒരു നടപടിക്രമം മേൽക്കോടതി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് സെർഷ്യോററി. അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനു വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഒരു കേസുമായി മുന്നോട്ടു പോകുന്നതിന് കീഴ്ക്കോടതിയെ മേൽക്കോടതി വിലക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി.
സംസ്ഥാനത്ത് ലോക്സഭ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആര്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാനത്ത് ലോക്സഭ രാജ്യസഭ എന്നീ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. G7 2024 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. ഇറ്റലിയിലാണ് G7 2024 ഉച്ചകോടി നടന്നത്. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്ര ഘട്ടങ്ങളിലായാണ് നടത്തിയത്? 7 ഘട്ടങ്ങളിലായി. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായാണ് നടത്തിയത്. ബെന്യാമിൻ്റെ നോവൽ ആസ്പദമാക്കി നിർമ്മിച്ച ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ബ്ലെസ്സി. ബെന്യാമിൻ്റെ നോവൽ ആസ്പദമാക്കി നിർമ്മിച്ച ആടുജീവിതം സംവിധാനം ചെയ്തത് ബ്ലെസ്സി. അടുത്തിടെ സർക്കാർ സർവീസിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകം. അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡായ അഗ്നികുൽ കോസ്മോസ് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സ്ഥാപിതമായത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ സ്ഥാപിതമായത് കൊൽക്കത്തയിൽ. പൂർണ്ണമായും ഈ ഭരണ സംവിധാനത്തിലേക്ക് മാറിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി? ഒഡീഷ. ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാഞ്ചി? ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാനായി സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് നേർവഴി. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് ക്ലോഡിയ ഷെയ്ൻബോം? മെക്സിക്കോ. ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയ്ൻബോം? മെക്സിക്കോ. 2024 KP കേശവദേവ് പുരസ്കാരം നേടിയത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 KP കേശവദേവ് പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. കുളച്ചൽ വിജയയോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം. കുളച്ചൽ വിജയയോദ്ധാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ. 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറ. 2024 പുതുവർഷ ദിനത്തിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എക്സ്പോസാറ്റ്. 2024 പുതുവർഷ ദിനത്തിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2022 JC ഡാനിയൽ അവാർഡ് ജേതാവ് ആര്? TV ചന്ദ്രൻ. 2022 JC ഡാനിയൽ അവാർഡ് ജേതാവ് TV ചന്ദ്രൻ. ഏത് സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഉൽക്കല വിമാനത്താവളം? ഒഡീഷ. ഏത് സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഉൽക്കല വിമാനത്താവളം? ഒഡീഷ. കോൺഗ്രസ് പ്രസിഡന്റായ ഏക കേരളീയൻ? C ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഏക കേരളീയൻ C ശങ്കരൻ നായർ. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 രൂപം നൽകിയ രാഷ്ട്രീയ കക്ഷിയേത്? സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്ന് 1923 രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്? 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് 1928. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുഷ്പക് ചുവടെ പറയുന്നവയിൽ ഏതാണ്? പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം. പുഷ്പക് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനം.
കടലിനടിയിൽ ടൂറിസം തുടങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കടലിനടിയിൽ ടൂറിസം തുടങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. പെരിയാർ നദീവ്യൂഹത്തിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് ഏത്? കല്ലട. പെരിയാർ നദീവ്യൂഹത്തിലെ ജലവൈദ്യുത പദ്ധതി അല്ലാത്തത് കല്ലട. പ്രിയദർശിനി പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരത്ത്. പ്രിയദർശിനി പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വീഡിയോസ് കാണാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.